തലേ ദിവസം നല്ല അയില മസാലയും അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഞാൻ നല്ല മുട്ടൻ്റെ ബട്ടർ മസാലയില്ലേ അതും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ തലേ ദിവസം നമുക്ക് കറിയെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ ഒഴിഞ്ഞ പോലെ തോന്നലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരക്കിട്ടിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ മൂന്നാളും സ്കൂളിലേക്ക് പോയി. ആദമിനുള്ള ഫുഡും റെഡിയാക്കിയിട്ട് വെച്ചിന്. അതിൻ്റെ ഇടയിൽ ഓനൊന്ന് എണിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് സമയം കൂടി ഉറങ്ങട്ട് എന്നിട്ട് കുറച്ചും കൂടി ഓനെ ഉറക്കിയിട്ട് ഞാൻ കുറച്ച് നല്ല പണി ബാക്കിയുണ്ടായിന്. കിച്ചൺ ക്ലീനിങ് അത് ഇത് രാവിലെ പിള്ളമാരുടെ സ്കൂളിൽ പോയി പിന്നെ പറയണ്ടല്ലോ. കിച്ചണിലൊരു പരുവായിട്ടുണ്ടാവും. ഇന്ന് പിന്നെ ദുവാമോളും എണിച്ചിട്ടുണ്ടായിട്ടാ. ഓൾ എണിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇപ്പം പിന്നെ അധികം ഓളെ നല്ല മൂഡിലേ അല്ല എണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഓളെ തട്ടിയിട്ടെല്ലാം നടക്കേണ്ടി വരും. അങ്ങനെ ഓരോ രണ്ടാളും എണിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മളെ ചായ പരിപാടി ഒന്ന് കഴിച്ചു കൂട്ടാന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം ഓർക്കി കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തെല്ലാം പോയിട്ടൊന്ന് നോക്കിയതാണ്. മഴ നല്ലോണം പെയ്തിട്ട് ഇങ്ങനെ തോർന്നിട്ട് നിൽക്കുന്ന ടൈമില്ലേ, അത് നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ഓന് കുറച്ച് സമയം കൂടി ഉറങ്ങി എണിച്ചിട്ട് ഓന് എണിച്ചോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കലുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് കട്ടിലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ആ ടൈമിൽ തന്നെയാണ് ഓൻ എണിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിന്. എന്നെ കാണുമ്പോൾ നേരെ എൻ്റെ അടുത്തേക്ക് വന്ന് അങ്ങനെ ആദമിനെ കുളിപ്പിച്ച് ഫ്രഷാക്കി ഫുഡെല്ലാം കൊടുത്ത് കുറച്ച് ടോയ്സ് എല്ലാം കൊടുത്തിട്ട് ഓനിങ്ങനെ കുറച്ച് സമയം ഒന്ന് നിലത്ത് തന്നെ കളിക്കാനാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് കുറച്ച് സമയം ഓനെ ഒന്ന് സ്ട്രോളറിൽ ഇരുത്തിയിട്ട് അതാവുമ്പോൾ ഓനിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടിയതെല്ലാം അവൻ്റെ വായിലാണ്. ഞാൻ എത്ര അടിച്ചിട്ടുണ്ടെങ്കിലും ഓനിങ്ങനെ ചെറുതിയിട്ടെല്ലാം എടുക്കുന്നുണ്ട്. അതാണ് ഓൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഓനെ ഇതുപോലെ ഒന്ന് പൂട്ടിയിടലുണ്ട്.